കാലഘട്ടം. ഷാരൂഖ് ഖാൻ എന്ന റൊമാൻറ്റിക് ഹീറോ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി അടക്കി വാഴുന്ന കാലം. അങ്ങനെയിരിക്കെ 2004 നവംബറിൽ ഷാരൂഖിൻ്റെ ഒരു പുതിയ ചിത്രം വരുന്നു. ഷാരൂഖ് ഖാനും പ്രീതി സിന്റയും പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ചിത്രം. യാഷ് ചോപ്ര സംവിധാനം ചെയ്യുന്ന ചിത്രം. അങ്ങനെ ചിത്രം റിലീസാകുന്നു. ഒരാഴ്ചയ്ക്കകം തന്നെ സകലമാന റെക്കോർഡുകളും തകർത്ത് ഇൻഡസ്ട്രിയെ ഹിറ്റാകുന്നു. പ്രേക്ഷകരെല്ലാം ഒരുമിച്ച് പറയുന്നു ഇന്ത്യയുടെ സിനിമ കിങ് ഷാരൂഖ് തന്നെയെന്ന്. അപ്പോഴാണ് അറിയുന്നത് അടുത്ത മാസം ഷാരൂഖിൻ്റെ മറ്റൊരു ചിത്രം കൂടി വരുന്നുവെന്ന്. പ്രേക്ഷകർ വീണ്ടും കാത്തിരിക്കുന്നു മറ്റൊരു സൂപ്പർ ഹിറ്റ് മൂവിക്കായി. അങ്ങനെ സിനിമ ഇറങ്ങുന്നു. പ്രേക്ഷകരെല്ലാം വൻ എക്സ്പെക്ടേഷനോടെ സിനിമ പോയി കാണുന്നു. സ്ഥിരം റൊമാൻറ്റിക് ട്രാക്ക് പിന്തുടരുന്ന ഷാരൂഖ് അന്ന് ട്രാക്ക് മാറ്റിയായിരുന്നു സിനിമ ഇറക്കിയത്. നിർഭാഗ്യവശാൽ കണ്ട പ്രേക്ഷകർക്കാർക്കും തന്നെ സിനിമ ഇഷ്ടമാകാതെ വരികയും ഷാരൂഖ് ഖാൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ മൂവിയായി മാറുകയും ചെയ്യുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഡിസാസ്റ്റർ മൂവിയെക്കുറിച്ചാണ്. ഷാരൂഖ് ഖാൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ മൂവി, എന്നാൽ ഇന്ത്യൻ സിനിമയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാവുന്ന ചിത്രം. അശുതോഷ് ഗോവാരിക്കർ സംവിധാനം ചെയ്ത് റഹ്മാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൈകാര്യം ചെയ്ത ഷാരൂഖ് ഖാൻ പ്രധാന കഥാപാത്രത്തിലെത്തിയ ചിത്രം സ്വദേശ്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് മൂവി എവർ മെയ്ഡ് ഇൻ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി. കാലം തെറ്റിയിറങ്ങിയ സിനിമകൾ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വദേശ്. മികച്ച റൈറ്റിംഗ്, മികച്ച ഡയറക്ഷൻ, മികച്ച പെർഫോമൻസ്, മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എല്ലാം കൊണ്ടും മികച്ചത്. എന്നാൽ ചിത്രം പരാജയവും. സ്വദേശ് പരാജയപ്പെടാൻ ഏറ്റവും വലിയ കാരണം അന്നത്തെ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളുന്നതിനേക്കാൾ മികച്ചതായിരുന്നു, അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു സ്വദേശ് എന്ന സിനിമ നൽകിയ ആശയങ്ങൾ. ഷാരൂഖ് ഖാൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നാണ് സ്വദേശിലെ മോഹൻ. നാസയിൽ വർക്ക് ചെയ്യുന്ന നായകൻ തൻ്റെ പേഴ്സണൽ ആവശ്യത്തിനായി നാട്ടിലേക്ക് തിരിച്ചു വരികയും നാടിൻ്റെ ദയനീയ അവസ്ഥ കണ്ട് നാടിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രയത്നിക്കുന്നതുമാണ് സ്വദേശിൻ്റെ വൺ ലൈൻ. സ്വദേശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഒന്നിനൊന്ന് മെച്ചം ഓരോ സീക്വൻസും. എന്നാൽ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ളത് സ്വദേശിലെ ഒരു ട്രെയിൻ സീക്വൻസ് ആണ്. ഡയറക്ഷനും പെർഫോമൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം പീക്ക് ലെവലാകുന്നൊരു നിമിഷം. സ്വദേശിലെ ഷാരൂഖ് ഖാൻ ചെയ്ത മോഹൻ എന്ന ക്യാരക്ടറിനെ ഫീൽ ചെയ്യുന്ന അതേ കാര്യം അതേപോലെയാണ് ഓരോ പ്രേക്ഷകനും സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഗംഭീര നിമിഷങ്ങൾ, ഒരിക്കലും പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന നിമിഷങ്ങളല്ല ഇത്, കണ്ട് മാത്രം അറിയേണ്ടതാണ്. ഒരു പാട്രിയോട്ടിക്കൽ ഡ്രാമ ജോണറിൽ വരുന്ന ചിത്രമാണ് സ്വദേശ്. ഏകദേശം 3 മണിക്കൂറോളം ദൈർഘ്യമാണ് സിനിമയ്ക്കുള്ളത്. എന്നാൽ ഈ 3 മണിക്കൂറോളം ഒരു പ്രേക്ഷകനെ പിടിച്ചിരിക്കുന്ന എന്തോ മാജിക്കാണ് സിനിമയിലുള്ളത്. അതാണ് സ്വദേശിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. നിങ്ങൾ ഇതുവരെയായിട്ടും സ്വദേശ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഗംഭീര സിനിമാ വിസ്മയമാണ് നഷ്ടമാക്കുന്നത്. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് സ്വദേശ്. ഇന്നും ഈ കാലത്തും അത്രത്തോളം പ്രസക്തിയുള്ള ഒരു കഥ. നിങ്ങൾ ഇതുവരെ ഈ ചിത്രം കാണാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ് സ്വദേശ്. അടുത്ത വീഡിയോ വരുന്നവരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.